ചരിത്രത്തിന് വളരെ വലിയ പ്രസക്തിയുണ്ട്. വ്യക്തികളുടെ ചരിത്രമാണെങ്കിലും പ്രസ്ഥാനങ്ങളുടെ ചരിത്രമാണെങ്കിലും നാടുകളുടെ ചരിത്രമാണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെ. വദക്കിറുഹും ബി അയ്യാമില്ലാഹ് എന്ന ഖുർആനിലെ ഒരു വചനം നമുക്ക് കാണാൻ കഴിയും. അയ്യാമുള്ള എന്നാണ് ചരിത്രം. അള്ളാഹുവിൻ്റെ കഴിവുകൾ, ഖുദ്റത്തുകൾ, സംവിധാനങ്ങൾ, ഓരോ വിഷയവുമായി ബന്ധപ്പെട്ട അള്ളാഹുവിൻ്റെ ആവിഷ്കാരങ്ങൾ തുടങ്ങിയവയൊക്കെയാണ് അയ്യാമുള്ള കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രവാചകന്മാരൊക്കെ അത് ചെയ്തിരുന്നു. പൂർവികന്മാരായ പ്രവാചകന്മാരുടെയും ഉമ്മത്തുകളുടെയും നാടുകളുടെയും ജനസമൂഹങ്ങളുടെയും സമ്പ്രദായങ്ങളുടെയും ഒക്കെ ചരിത്രം അവർ താന്താങ്ങളുടെ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുത്തി. അങ്ങനെ നിരവധി ചരിത്രങ്ങൾ നമുക്ക് കാണാം. ആദ്, സമൂദ്, ഐക്ക, അസ്ഹാബുൽ ഐക്ക, അസ്ഹാബുൽ റസ്സി, സമൂദ്, അങ്ങനെ ഒരുപാട് സ്ഥലത്ത്. വ്യക്തികളുടെ ചരിത്രങ്ങളും അതിനുണ്ട്. ഉദ്കുർ അഖാ ആദിൻ ഇദ് അൻദറ ഖൗമഹു ബിൽ അഹ്ഖാഫ്. അത് സാലിഹ് നബി അലൈഹി ഇസ്ലാം എന്ന വ്യക്തി അഹ്ഖാഫ് പറഞ്ഞാൽ ഒരു ഭൂപ്രദേശം. അവിടുത്തെ ചരിത്ര സംഭവങ്ങൾ, ആ ചരിത്ര സംഭവങ്ങളുടെ ഭിന്നമായ പരിണതികൾ, ഓരോ സമൂഹത്തിൻ്റെയും പരിണതികൾ വ്യത്യസ്തമായി. അപ്പോൾ ഒരു കാലത്ത് വരുന്ന നബിയോട് ഓരോ കാലത്ത് നടന്ന നബിയുടെ കൗമിൻ്റെയും ആ കൗമിൻ്റെ ഭൂപ്രദേശത്തിൻ്റെയും അവരുടെ വിവിധ സാംസ്കാരിക വൈവിധ്യങ്ങളുടെയും ഒക്കെ ചരിത്രം അംബിയാ മുസ്ലിങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായി. ഇങ്ങനെ ആദിമന്മാരും അന്തിമന്മാരുമായി അവിച്ഛേദ്യമായ ഒരു കണക്ഷൻ ഉണ്ടാകേണ്ടതുണ്ട്. അതിൻ്റെ ഗുണഫലങ്ങൾ വളരെ വിപുലവും ഭിന്നവുമായി. ഇബ്രാഹിം നബി അലൈഹി സ്വലാം പിതാവുമായി സംവാദം നടക്കുകയാണ്. നീ ഇവിടുന്ന് പോകണം, തന്നെ ഞാൻ എറിഞ്ഞു കൊല്ലും, അല്ലെങ്കിൽ ഇബ്രാഹിം നബിയുടെ പിതാവ് ഭീഷണിപ്പെടുത്തുക. അപ്പം ഇബ്രാഹിം നബി പോകുമ്പോഴും പിതാവിനോട് പിണങ്ങിയല്ല പോകുന്നത്, പിതാവിന് ആശീർവാദങ്ങൾ അർപ്പിച്ചുകൊണ്ട് അള്ളാഹുവിൽ തവക്കുലാക്കി. ഫഖാല ഇന്നി ദാഹിബൻ ഇലാ റബ്ബി സയഹ്ദീൻ. പിതാവിനോട് നിങ്ങൾക്ക് ഞാൻ പാപമോചനത്തിന് അർപ്പിക്കുമെന്ന ശുഭവാർത്ത നൽകിക്കൊണ്ട്. ഒരു ഇബ്രാഹിം നബിയുടെ കഥ അല്ല, എല്ലാ അമ്പിയാക്കന്മാരുടെയും ചരിത്ര പുരുഷന്മാരുടെയും ഒക്കെ സംഭവം അതിനകത്താണ്. ലുഖ്മാൻ എന്ന വ്യക്തിയുടെ ചരിത്രം വരുന്നു. അദ്ദേഹം നബിയല്ല, റസൂലല്ല. പക്ഷേ ശ്രദ്ധേയമായ ചില കാര്യങ്ങൾ മാനവിക സമൂഹത്തിന് മഹാനായ ലുഖ്മാൻ അലൈഹിസ്സലാം സമർപ്പിച്ചിരുന്നു എന്നതുകൊണ്ട് ലുഖ്മാൻ അലൈഹിസ്സലാമിൻ്റെ പേരിലൊരു സൂറത്ത് തന്നെ ഖുർആനിൽ അള്ളാഹു അവതരിപ്പിക്കും. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ മഹത്വത്തിലേക്ക് സംക്ഷിപ്തമായി വിരൽ ചൂണ്ടാണ്. وإذ قال لقمان لابنه وهو يعظه يا بني لا تشرك بالله إن الشرك لظلم عظيم. ആ സൂറത്തിൻ്റെ 2-ാം പേജിൽ ഇങ്ങനെ സ്വന്തം മകന് ലുഖ്മാൻ അലൈഹിസ്സലാം നൽകിയ ഉപദേശങ്ങൾ നമുക്ക് ഒന്നൊന്നായി വായിക്കാൻ കഴിയും.
അപ്പോൾ ഓരോ പിതാവും തൻ്റെ മകൻ്റെ ഭാഗധേയം നിർണ്ണയിക്കുന്നതിൽ അനിഷേധ്യമായ പങ്ക് വഹിക്കേണ്ടവനാണ് എന്ന ഒരാശയം അവിടെ ആർക്കും മനസ്സിലാക്കാൻ കഴിയും. മാതാപിതാക്കളുടെ കരുണയുടെ, വാത്സല്യത്തിൻ്റെ, തലോടലുകളുടെ, മാർഗദർശനങ്ങളുടെ കീഴിലാണ് ഓരോ മകനും വളരേണ്ടത്. അപ്പോൾ മക്കൾക്ക് സതുപദേശം നൽകണം. ഓഹോയ അഹിദുഹു എന്ന് പറഞ്ഞത് മാതാപിതാക്കളുടെ ചുമതലയാണ്. അങ്ങനെ ഓരോ വ്യക്തിയും സമൂഹത്തിൽ അഭിമുഖീകരിച്ച പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, അനുഭവങ്ങൾ, മധുര അനുഭവങ്ങൾ എല്ലാം മറ്റുള്ളവർക്ക് പാഠമുള്ളതായി. ഫറോവയുടെ പത്നി ആസിയ ബീവി, ضرب الله مثلا للذين آمنوا امرأة فرعون إذ قالت رب ابن لي عندك بيتا في الجنة ونجني من فرعون وعمله ونجني من القوم الظالمين. രണ്ടാമത്തെ ഒരു വനിതാ മാതൃകാ രത്നം ومريم ابنة عمران التي أحصنت فرجها فنفخنا فيه من روحنا وصدقت بكلمات ربها وكتبه وكانت من القانتين. ഒരു വ്യക്തി എന്ന നിലക്ക് അവരുടെ അല്ലെങ്കിൽ മറ്റവരുടെ ജീവിതത്തിൽ നിന്ന് ലോകാവസാനം വരെ വരാൻ പോകുന്ന മനുഷ്യർക്ക്, വനിതകൾക്ക് വിശിഷ്യ വമ്പിച്ച ഗുണപാഠമുണ്ട് എന്നതാണ് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഈ പറഞ്ഞ രണ്ട് മഹിളാ രത്നങ്ങൾ സ്ത്രീ വിഭാഗത്തിൻ്റെ വിശിഷ്യ മറ്റുള്ളവരുടെയും ജീവിതത്തിൻ്റെ ഭാഗധേയം നിർണ്ണയിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചു എന്നും മനസ്സിലാക്കണം. അഥവാ അങ്ങനെ അതാണ് അവർ നിർവഹിച്ചത്. ഏത് വലിയ ശക്തിയാണെങ്കിലും അത് സത്യത്തിൻ്റെ പന്താവിൽ അല്ലെങ്കിൽ സത്യവിശ്വാസത്തിൻ്റെ മുമ്പിൽ അത് തള്ളപ്പെടേണ്ടതാണ്. ഏത് ശക്തിയാണെങ്കിലും, ഏത് സ്വേച്ഛാധിപതിയാണെങ്കിലും, രാജാവാണെങ്കിലും, ചക്രവർത്തിയാണെങ്കിലും. അങ്ങനെ തന്നെയാണ് ലോകത്തിൻ്റെ ചരിത്രപാഠം. ഹിറ്റ്ലർ വേറൊരു ഉദാഹരണമായിട്ട് പറയാം. ലക്ഷക്കണക്കിന് ആളുകളെ കൊന്നു ഹിറ്റ്ലർ. അവസാനം ആത്മഹത്യ ചെയ്തു, പിടിച്ചു നിൽക്കാൻ കഴിയാതെ. ഹിറ്റ്ലറുടെ അതേ ചിത്രമാണ് ഫിറഔന്റെ ചിത്രം ഇവിടെ ഖുർആൻ ഉദാഹരിച്ച് തരുന്നത്. അപ്പോൾ പറഞ്ഞു വരുന്നത് ഓരോ വ്യക്തിയുടെയും ചരിത്രത്തിൽ ഇങ്ങനെയുണ്ടോ. അത് ചരിത്ര പുരുഷന്മാർ, ഉന്നത വ്യക്തിത്വങ്ങൾ, പ്രതിഭാവിലാസമുള്ള ആളുകളാകുമ്പോൾ അവരുടെ ജീവിതാനുഭവങ്ങൾക്ക് അനേകം ഇരട്ടി ശക്തിയിൽ മനുഷ്യ സമൂഹത്തിനിടയിൽ ഇത്തരം സന്ദേശങ്ങൾ വിതരണം ചെയ്യാൻ അല്ലെങ്കിൽ പ്രചരണം നടത്താൻ സാധിക്കും. അപ്പോൾ ഉദാഹരണം, മമ്പുറം തങ്ങൾ സ്വന്തം നാട്ടിൽ നിന്ന് ഇന്ത്യയിലേക്ക് വന്നു. അത് മമ്പുറത്തായി മാത്രം ഇന്ത്യയിലേക്കാണ് അവർ വന്നിരുന്നത്. ഇവിടെ വന്ന് 3/4 നൂറ്റാണ്ടിലധികം കാലം 76 വർഷം തങ്ങളവരുടെ കൂടെ ജീവിച്ചു. ഇവിടെ എത്തിച്ചേർന്നത് തന്നെ വലിയ ഒരു പ്രതിഭാവിലാസത്തിൻ്റെ ഉടമയായിട്ടാണ് തങ്ങൾ എത്തിയത്. തങ്ങളുടെ മാതുലൻ സയ്യിദ് ഷെയ്ഖ് ജിഫിരി അതിൻ്റെ 10-12 കൊല്ലം കൂടെ വന്നിട്ടുണ്ടായിരുന്നു. ഷെയ്ഖ് എന്ന് പേരാണ്. സയ്യിദാണ് ആലോചിത്താണ്. സയ്യിദ് ഷെയ്ഖ് ജിഫിരി. ചില തങ്ങന്മാരെ പേര് കേട്ടിട്ടുണ്ടാവും നിങ്ങൾ. ഷെയ്ഖ് എന്നാണ് പറയാം. അത് ഉച്ചാരണമാണ്. സയ്യിദ് ഷെയ്ഖ് എന്നാണ് എൻ്റെ അസൽ. പറഞ്ഞു വന്നത് സയ്യിദ് ഷെയ്ഖ് ജിഫ്രിയുടെ സഹോദര പുത്രനാണ് എന്ന നിലക്ക് തങ്ങൾ വന്നപ്പോൾ തന്നെ തങ്ങളുടെ പ്രതിഭാവിലാസം ഞങ്ങൾ മനസ്സിലാക്കി. ആ നിലക്ക് മഹാനവറുകളെ സ്വീകരിച്ചു. ഈ സ്വീകാരം 3/4 നൂറ്റാണ്ട് തുടർന്നു എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. അപ്പോൾ വളരെ സമുന്നതമായ രീതിയിലുള്ള സ്വീകാരവും സൽക്കാരവും അംഗീകാരവും ഒക്കെയാണ് തങ്ങളവർക്ക് ലഭിച്ചത്. അങ്ങനെയുള്ളൊരു വ്യക്തിക്ക് സമൂഹത്തിൽ ലഭിക്കുന്ന സ്വീകാരം ദൂരവ്യാപകമായ പ്രതിഫലനങ്ങൾ സൃഷ്ടിക്കും.
ഒരു സാധാരണ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നതായ. അതുകൊണ്ട് തന്നെ അവരുടെ ചെറിയ ജീവിത ചലനം പോലും ആളുകൾക്കിടയിൽ വലിയ സ്വീകാരം ലഭിച്ചതായി കാണാൻ സാധിക്കും. ഉദാഹരണത്തിന് കോട്ടക്കലിന് പുത്തൂരിൽ നിന്ന് മേപ്പെട്ട് കയറിപ്പോയാൽ എത്തുന്ന സ്ഥലം ചാപ്പനങ്ങാടി. ചാപ്പനങ്ങാടിയുമായി തങ്ങൾക്ക് പ്രത്യേക ബന്ധമുണ്ടായിരുന്നു. അവിടെ പള്ളി നിർമ്മാണത്തിന് മറ്റു കാര്യങ്ങൾക്കൊക്കെ പലപ്പോഴും തങ്ങൾ വിളിക്കപ്പെടുകയും ക്ഷണിക്കപ്പെടുകയും തങ്ങളവിടെ പങ്കെടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അന്ന് ഒരു പാറപ്പുറ ചാപ്പനങ്ങാടി എന്നാണ്. ചാപ്പനങ്ങാടിക്കാരുണ്ട് അവിടെ? കയ്യൊന്തിക്ക് അറിയില്ല, ഈ വന്നില്ല എന്നർത്ഥം. ഇവിടെ ഉണ്ട്. ചാപ്പനങ്ങാടി 2 ഭാഗം കുണ്ട. അങ്ങനെ ഒരു ഓന്തിൻ്റെ മുതുക് പോലുള്ളൊരു സ്ഥലമാണ്. 2 ഭാഗം കുണ്ട. അങ്ങനെ ഒറ്റപ്പെട്ട ജീവിത സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത ആളുകൾ താമസിക്കാൻ ഇഷ്ടപ്പെടാത്ത പാറപ്പുറമാണ്. പണ്ട് ആൾക്കാരങ്ങനെ പാറപ്പുറത്ത് താമസിക്കില്ല. ഇന്ന് മറിച്ച് ആണ് അവസ്ഥ. പാറപ്പുറത്തായാലും തറ കെട്ടാൻ അധികം കുഴിക്കണ്ടെന്നാണ് ജനങ്ങളിപ്പോൾ ചിന്തിക്കുന്നത്. അപ്പോൾ അന്ന് തങ്ങൾ പറയും ചാപ്പനങ്ങാടി മൂപ്പനങ്ങാടി ആവുന്നു നമ്മുടെ പ്രവചനം. ഉദാഹരണത്തിന് പറഞ്ഞാൽ ഓർമ്മയാണ്. കുറഞ്ഞ സ്ഥലമാണെങ്കിലും അവിടെ സാധാരണ നാടുകളിലൊക്കെയുള്ള എല്ലാവിധ പുരോഗതിയും അവിടെ LP സ്കൂൾ നേരത്തെ ഉണ്ടായിരുന്നു. പിന്നെ ഹൈസ്കൂൾ ഉണ്ടായി. വലിയ ജുമാഅത്തുള്ളി തങ്ങളെന്നെ ഉണ്ടാക്കിയതുണ്ട്. അവിടെ മറ്റു പല സാംസ്കാരിക സംരംഭങ്ങളും നടന്നു വരുന്നു. അപ്പോൾ തങ്ങളവരുടെ ഈ തലോടൽ ഇങ്ങനെ വിവിധ പ്രദേശങ്ങളിൽ, വിവിധ ഗോത്രങ്ങളിൽ, വിവിധ സ്ഥലങ്ങളിൽ, കുടുംബങ്ങളിൽ, വിവിധ പേഴ്സണാലിറ്റികളിൽ ഒക്കെ ഉണ്ടായിരുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അമ്പുറത്തെ തങ്ങളെ പേഴ്സണൽ അസിസ്റ്റൻസ് പലരുണ്ടായി. ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും. അപ്പം അങ്ങനെയുള്ള ആളുകൾ അവരുടെ ജീവിത ചലനങ്ങൾ ഒപ്പിയെടുത്ത്, അല്ലെങ്കിൽ അവരുടെ മുബാറക്കാത്ത്, അനുഗ്രഹ വർഷങ്ങൾ ജനങ്ങളിലേക്ക്, വിവിധ പ്രദേശങ്ങളിലേക്ക്, പ്രദേശവാസികളിലേക്ക് കൈമാറി അത് 3/4 നൂറ്റാണ്ടിലേറെ നീണ്ടു നിൽക്കുകയും ചെയ്തു. അപ്പോൾ അതിന് വലിയ പ്രചാരം, അതോടൊപ്പം തന്നെ ഒരു ദിവ്യമായ കാഴ്ചപ്പാടിൽ ജനങ്ങളത് സ്വീകരിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഏതൊരു കാര്യം സമൂഹം വലിയ വില കൽപ്പിച്ച് ഉൾക്കൊള്ളുന്നത്. മഹാന്മാരുമായി ബന്ധപ്പെട്ടത് അങ്ങനെയാണ്. ഈ മ്യൂസിയങ്ങളിലൊക്കെ സൂക്ഷിക്കുന്നത് അങ്ങനെയാണോ? മൂസാ നബിയുടെ വടി ഉദാഹരണം. തുർക്കിയിലെ തോപ്കാപ്പി മ്യൂസിയത്തിൽ മൂസാ നബിയുടെ വടിയുണ്ട്. ഇതെല്ലാ വടി പോലെ അല്ലല്ലോ. വടി എന്താ? മൂസാ നബിയെ നിർവചിക്കുന്നുണ്ട്. അള്ളാഹു ചോദിക്കുന്നുണ്ട്, എന്താ നിങ്ങളുടെ കയ്യിലുള്ളത്? ഒമാ തിൽക ബിയമീനിക യാ മൂസ ഖാല ഹിയ അസായ. അതിൻ്റെ വടിയാണ്. കണ്ടാൽ തന്നെ അറിയുന്നത് വടിയാണ്. ഇതിന് ഒരുപാട് പ്രത്യേകത ഉണ്ട്. അതിൻ്റെ ആമുഖമായിട്ടാണ് ഹിയ അസായ, അത് എൻ്റെ വടിയാണ്. അതവക്കഉ അലൈഹ വഅഹ്സു ബിഹാ അലാ ഗനമി വലിയ ഫീഹാ മആരിബു ഉഖ്റ ഖാല അൽഖിഹാ യാ മൂസ ഫഅൽഖാഹ ഫഇദാ ഹിയ ഹയ്യത്തുൻ തസ്അ ഖാല ഖുദ്ഹാ വലാ തഖഫ് സനുഈദുഹാ സീറതഹ അൽ-ഊല. അപ്പോൾ പതിറ്റാണ്ടുകൾ, നൂറ്റാണ്ടുകൾ, സഹസ്രാബ്ദങ്ങൾ ലോകമിത് ആവേശത്തോടു കൂടി ഉറ്റുനോക്കണം. ആ വടിയാണ് ഈ വടി. അതൊന്ന് കാണണം. എവിടെ? തോപ്കാപ്പി മ്യൂസിയത്തിലുള്ളത്. പോയി ആളുകൾ കാണുന്നു. കോടാനുകോടി ജനങ്ങൾ കണ്ടു കഴിഞ്ഞു. അത് അപ്പോൾ ഈ മ്യൂസിയങ്ങളിൽ ഇത്തരം സാധനങ്ങൾ, ചരിത്ര സ്മാരകങ്ങൾ സൂക്ഷിച്ചു വെക്കുന്നത് അതിൻ്റെ ഗുണഗണങ്ങൾ, അതിൻ്റെ വിശേഷണങ്ങൾ, അതിൻ്റെ കൗതുക വശങ്ങൾ ഒക്കെ ജനങ്ങൾക്ക് നേരിട്ട് കണ്ട് അനുഭവിക്കാൻ വേണ്ടി. അങ്ങനെ വിവിധ തരം മ്യൂസിയങ്ങളുണ്ട്. കൈറോയിൽ തന്നെ ഒരുപാട് മ്യൂസിയങ്ങൾ. ഈജിപ്ഷ്യൻ നാഷണൽ മ്യൂസിയം, അവിടെ ഫറവോമാരുടെ ഒരുപാട് ആൾക്കാരുണ്ടല്ലോ. ഫറവോമാർ അവരുമായൊക്കെ ബന്ധപ്പെട്ട പല
ചരിത്ര സ്മാരകങ്ങളും അവിടെ ഉണ്ട്. പിന്നെ വിവിധ ഭരണകൂടങ്ങളുടെ കാലത്തുണ്ടായിരുന്ന ചരിത്ര സ്മാരകങ്ങൾ, അതിന് വേറെ മ്യൂസിയം, 11-12 മ്യൂസിയങ്ങളുണ്ട് ഈജിപ്തിൽ. അവിടെയൊക്കെ ചെന്നാൽ ഇങ്ങനെ നൂറ്റാണ്ടുകളിലൂടെ അതിജീവിച്ച, നൂറ്റാണ്ടുകൾ തരണം ചെയ്ത് മുന്നോട്ട് വന്ന നിരവധി സ്മാരകങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അപ്പം അതിൻ്റെ ഒക്കെ പിന്നിൽ, ഓരോന്നിൻ്റെ പിന്നിൽ ഒരുപാട് ചരിത്ര വസ്തുതകളുണ്ടാവും, ഉൾക്കൊള്ളാൻ കഴിയും. അപ്പോൾ ജനങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. അതാണ് ഉദക്കിറുഹും ബി അയ്യാമില്ല, ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം. ദൈവനിഷേധികളുണ്ടോ? അവരുടെ ആ നിഷേധമയമായ ആ ചിന്താഗതികൾ, കാഴ്ചപ്പാടുകളൊക്കെ ക്യാൻസൽ ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ അർത്ഥശൂന്യമാക്കാൻ പറ്റിയ എത്രയോ ചരിത്ര സ്മാരകങ്ങളുണ്ടോ. മൂസാ നബി നൂഹ് നബി അലൈഹി സ്വലാമിൻ്റെ പെട്ടകം, കപ്പൽ, ജലയാനം ഉദാഹരണം. അത് കണ്ടാൽ ഇത് ആ അത്യത്ഭുതകരമായ ചരിത്രാധ്യായത്തിൻ്റെ ജീവിക്കുന്ന സാക്ഷ്യമാണ് എന്ന് ഒരു നിഷേധി കാണുമ്പോൾ അവന് മാറ്റങ്ങളുണ്ടാവും. കാരണം മലൻ്റെ മുകളിലാണ് കപ്പലുണ്ടാക്കിയത്, സാധാരണ കടപ്പുറത്തെ കപ്പലുണ്ടാക്കിയത്. അത് നൂഹ് നബി അലൈഹി സ്വലാമിനെ കൂടുതൽ ശക്തമായി പരിഹസിക്കാൻ നിമിത്തമാക്കുകയാണ് അവർ ചെയ്തത്. അവർ ക്യാമ്പയിൻ നടത്തി, സംഘമായി ഇങ്ങനെ നൂഹ് നബിയെ പരിഹസിക്കാൻ പോയി. ക്യാമ്പയിനായിരുന്നു. ഖുർആനിലുണ്ട്, ഖുർആനിൽ മനസ്സിലാവും. കുല്ലമാ മർറ അലൈഹി മലഉം മിൻ ഖൗമിഹി സഖിറൂ മിൻ. കുല്ലമാ മർറ അലൈഹി മലഉൻ, ഓരോ സംഘവും നൂഹ് നബിയുടെ അടുത്ത് കൂടി കടന്നു പോയിക്കൊണ്ടിരുന്നപ്പോഴെല്ലാം, അതാണ് കുല്ലമാ മർറൻ്റെ അർത്ഥം. അതിന് ക്യാമ്പയിൻ എന്ന് പറഞ്ഞാൽ ഒരു സംഘം പോവും, 10, 15, 20, 25 ഉദാഹരണം ആളുകൾ അതിലുണ്ടാവും. അവർ പറയും നിനക്ക് പിരാന്താന്ന് ഞങ്ങൾ പണ്ടേ പറഞ്ഞിരുന്നല്ലോ. അതിന് ഏറ്റവും ശക്തമായ തെളിവായത്. മലൻ്റെ മുകളിലും കപ്പലുണ്ടാക്കലില്ല. കപ്പലുണ്ടാക്കൽ കടപ്പുറത്താണ്. കപ്പൽ, ബോട്ട്, ഉരു ഉണ്ടാക്കണ കണ്ട ആൾക്കാർ കയ്യൊന്തിക്ക് കണ്ടില്ലേ? അത്ര മോശം. കടപ്പുറത്ത് ഇങ്ങനെ തന്നെയാണെന്ന് കാണാം. കടപ്പുറത്ത് വെച്ചാൽ ഉണ്ടാക്കുക ജലയാനങ്ങളൊക്കെ. എന്നിട്ട് കൊച്ചിയിലെ കപ്പൽ നിർമ്മാണശാല അങ്ങനെ തന്നെ അതിൻ്റെ വക്കത്ത. കപ്പലുണ്ടാക്കി കഴിഞ്ഞാൽ ഒരു വാതിൽ വന്നാൽ വെള്ളം അങ്ങോട്ട് ചെല്ലും. എന്നിട്ട് പിന്നെ അങ്ങനെ പുറത്ത് പോകും കപ്പൽ. അപ്പോൾ പറഞ്ഞു വന്നത്, നൂഹ് നബി അലൈഹി സ്വലാമിൻ്റെ കപ്പലിൻ്റെ ഒരു തടി, മരം, അത് കണ്ടാൽ തന്നെ അൽഹംദുലില്ലാ അത് കാണാനായല്ലോ, ചരിത്രപരമായി അനിഷേധ്യമായ സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചതാണിത് എന്നൊരു ഓർമ്മ നിഷേധികളിൽ വരെ മാറ്റങ്ങളുണ്ട്. ലോകത്തിൻ്റെ നാനാഭാഗത്തും മ്യൂസിയങ്ങളുണ്ട്. ഖുദാബഖ്ഷ് ലൈബ്രറി ഉണ്ട് പാറ്റ്നയിൽ. ഖുദാബഖ്ഷ്, അവിടെ പല കയ്യെഴുത്ത് പ്രതികൾ, ഗ്രന്ഥങ്ങൾ, താളിയോലകൾ തുടങ്ങി പലതും അവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. അതുപോലെ UK പടിഞ്ഞാറേ നാടിൻ്റെ പേരെന്താ കിട്ടണില്ലല്ലോ. UK പടിഞ്ഞാറേ നാട് അയർലൻഡ്. അയർലൻഡിൽ ഒരു മ്യൂസിയം ഉണ്ട്, അറിയാമോ? ടൈറ്റാനിക് മ്യൂസിയം.
ടൈറ്റാനിക് മ്യൂസിയം 5 നിലകളിലുള്ള ഒരു വലിയ ബിൽഡിങ്ങാണ്. ടൈറ്റാനിക് അറിയാത്തവർ കയ്യൊന്നിക്ക് എല്ലാവർക്കും അറിയുന്ന ഉഷാറാണ്. അപ്പോൾ രണ്ടാമത്തെ ആൾ പറഞ്ഞാൽ എന്താ ടൈറ്റാനിക് പറഞ്ഞാൽ ഉറക്കെ പറയാം. നീച്ചൊക്കെ ഒരു കപ്പലാണ്. അത് ദുനിയാവിൽ എത്ര കപ്പലുണ്ട്? എന്ന് പറഞ്ഞാൽ ഒഴിവാക്കണം. അത് ഒന്നും അറിയാത്തതിനേക്കാൾ മെച്ചാണ്. അൽഹംദുലില്ല. 1912 ഏപ്രിൽ മാസം 14-ാം തീയതി കന്യായാത്ര ചെയ്തപ്പോൾ, ആദ്യത്തെ യാത്ര അമേരിക്കയിലേക്കാണ് യാത്ര. മഞ്ഞുമലയിൽ മുട്ടി തകർന്ന കപ്പലാണ്, ആഡംബര കപ്പലാണ് ടൈറ്റാനിക്. ഞാനിത് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, നിഷേധികൾക്ക് വരെ പാഠമാകും ചരിത്ര സ്മാരകങ്ങൾ കാണും. ലോകത്തുടനീളമുള്ള സത്യനിഷേധികളുടെ, യുക്തിവാദികളുടെ, നിരീശ്വരവാദികളുടെ മുഖത്തേറ്റ അതിശക്തമായ അടിയായിരുന്നു ടൈറ്റാനിക് സംഭവം. ഈ കപ്പൽ മുങ്ങൂലാന്ന് അതിൻ്റെ ഏറ്റവും വലിയ എഞ്ചിനീയർമാർ സർട്ടിഫൈ ചെയ്തിരുന്നു. മുങ്ങാൻ ഈ കപ്പലിന് കഴിയില്ല. അപ്പോൾ ആ സർട്ടിഫിക്കറ്റ് ആയപ്പോൾ വലിയ 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 കോടീശ്വരന്മാരൊക്കെ ട്രിപ്പ് ബുക്ക് ചെയ്തു. ആദ്യ യാത്രയിൽ 48 ശതകോടീശ്വരന്മാർ ആ യാത്രയിലുണ്ടായിരുന്നു. എല്ലാവരും കോടീശ്വരന്മാർ തന്നെയാണ്. കാരണം യൂറോപ്പിൽ നിന്ന് തുടങ്ങിയിട്ട് പിന്നെ ന്യൂയോർക്കിലേക്കുള്ള കന്യായാത്ര, ആഡംബര യാത്ര, ആഡംബര കപ്പലിലെ ആദ്യ യാത്ര. അള്ളാഹു എന്നൊരു മഹത്ശക്തി ലോകത്തുണ്ട്, അവനാണ് ലോകത്തെ നിയന്ത്രിക്കുന്നത് എന്ന ശക്തമായ പാഠം അള്ളാഹു പഠിപ്പിച്ചു. മുങ്ങൂല നിങ്ങൾ എഞ്ചിനീയർ സർട്ടിഫൈ ചെയ്തിട്ടുണ്ട്, ആയിക്കോട്ടെ. എഞ്ചിനീയറല്ല, അതൊക്കെ നിയന്ത്രിക്കുന്നതും കാര്യങ്ങൾ നിർണ്ണയിക്കുന്നതും നിർവഹിക്കുന്നതും ഞാനാ. അപ്പം ഈ മ്യൂസിയം കണ്ടാലും ആ ഓർമ്മ ഉണ്ടാവുമെന്ന് ഞാൻ പറഞ്ഞു വന്നതിൻ്റെ രത്നച്ചുരുക്കം. നേരത്തെ ഞാൻ പറഞ്ഞ ഈജിപ്ഷ്യൻ നാഷണൽ മ്യൂസിയത്തിൽ ഈ മൂസാ നബിയുടെ ഫിറഔന്റെ ജഡം സൂക്ഷിച്ചിട്ടുണ്ട്. അയാൾ ആരായിരുന്നു? മാ അലിംതു ലക്കും മിൻ ഇലാഹിൻ ഗൈരി, ഞാനല്ലാതെ എന്ത് ഇലാഹ്, എവിടെ ഇലാഹ്? അങ്ങനെ ഇലാഹില്ല, എനിക്കറിയില്ല. അതേ ഫിറഔൻ വെള്ളത്തിൽ മുങ്ങിയപ്പോൾ പറഞ്ഞു ആമൻതു അന്നഹു ലാ ഇലാഹ ഇല്ലല്ലദീ ആമനത് ബിഹി ബനൂ ഇസ്രാഈല വ അന മിനൽ മുസ്ലിമീൻ. അപ്പോൾ ആ ഫിറഔന്റെ ജഡം കാണുമ്പോൾ, മമ്മിയാക്കി സൂക്ഷിക്കപ്പെട്ട ജഡം കാണുമ്പോൾ ഏത് നിഷേധിയും ചിന്തിക്കും, മനസ്സിലാക്കണം. സാമാന്യ മര്യാദ ഉണ്ടെങ്കിൽ ചെയ്യണം. അതുമില്ല. അതാണ് അല്ലാഹു തആല വഹും ഫീ ഗഫ്ലത്തിൻ മുഅരിദൂൻ. എന്ത് തെളിവ് കണ്ടാലും അവരാവേക്ക് ചിന്തിക്കൂല. ഇഖ്തറബ ലിന്നാസി ഹിസാബുഹും, വിചാരണാ സമയം ഇതാ സമീപസ്ഥമായിരിക്കുന്നു. പക്ഷേ ജനങ്ങൾ വഹും ഫീ ഗഫ്ലത്തിൻ മുഅരിദൂൻ. മിൻ ദിക്രിൻ മിൻ റബ്ബിഹിം മുഹദസ്, റബ്ബിൻ്റെ അടുത്ത് നിന്നുള്ള മുഹദ്ദസായ ദിക്ർ. ഇല്ലസ്തമഉഹു വഹും യൽഅബൂൻ ലാഹിയതൻ ഖുലൂബുഹും വഅസറു നജ്വാ. അപ്പോൾ പറഞ്ഞു വന്നതാ മഹാനായ സയ്യിദ് അലവിയ മുമ്പറം തങ്ങളവറുകളുടെ സംഭവബഹുലമായ ചരിത്ര പരമ്പരകൾ, ചെറുതും വലുതുമായ സംഭവങ്ങൾ ലോകത്തിന് വളരെ ശക്തമായ പാഠം നൽകാൻ പര്യാപ്തമായതാണ്. പക്ഷെ അത് സംരക്ഷിച്ചു കൊടുക്കണം. സമൂഹങ്ങൾക്ക്, നാട്ടുകാർക്ക്, മനുഷ്യർക്ക് അത് സംരക്ഷിച്ചു കൊടുക്കണം. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇത് സുരക്ഷിതമായി നിലനിൽക്കുന്നത് കൊണ്ടാണ് മറ്റുള്ളവർക്ക് പാഠം ഉൾക്കൊള്ളാൻ പര്യാപ്തമായ വിധം അവ നിലകൊള്ളുന്നു. അപ്പം അങ്ങനെയുള്ള സംരംഭമാണ് അൽഹംദുലില്ലാ 1999 നവംബർ മുതൽ മമ്പ്രം മഖാം മേൽനോട്ടം വഹിച്ചു കൊണ്ടിരിക്കുന്നത് ദാറുൽ ഹുദയാണ്. അപ്പോൾ ദാറുൽ ഹുദയുടെ കീഴിൽ ഒരു പുതിയ സംരംഭം എന്ന നിലയ്ക്ക് ഈ സംവിധാനങ്ങൾ നമ്മൾ തുടങ്ങിയിട്ടുള്ളത്. പ്രത്യേകിച്ച് ചരിത്രപരമായ വസ്തുതകളുടെ സംഘാടനം കുറച്ച് പ്രയാസപ്പെട്ടതായിരിക്കും.
ഇതുമായി ബന്ധപ്പെട്ട ശേഷിപ്പുകൾ പലയിടത്തും സൂക്ഷിച്ചിരിക്കുന്നുണ്ടാവും. അത് അന്വേഷിച്ച് കണ്ടെത്തി ശേഖരിച്ച് കൈവരിച്ച് ഒരു കേന്ദ്രത്തിലെത്തിക്കണം. അതിപ്പോൾ ധാരാളത്തൊക്കെ കുറേ സഹസ്ഥാപനങ്ങൾ കേരളത്തിലുള്ള പശ്ചാത്തലത്തിൽ ഇത് പ്രയാസരഹിതമായി നിർവഹിക്കാൻ കഴിയും. അങ്ങനത്തൊക്കെ തിരുവനന്തപുരത്തുണ്ട്, നെടുമങ്ങാട്, പിന്നെ കാസർഗോഡ് ജില്ലയിലുണ്ട്, വയനാടുണ്ട്, തൃശ്ശൂരുണ്ട്, മലപ്പുറമുണ്ട്, കോഴിക്കോടുണ്ട്, ആലപ്പുഴ ആറാട്ടുപുഴയിലുണ്ട്, എറണാകുളത്തുണ്ട്. അപ്പോൾ അവിടെയൊക്കെയുള്ള നമ്മുടെ സഹസ്ഥാപനങ്ങളിൽ പഠിക്കുന്ന ആളുകൾ, അവിടെ പഠിപ്പിക്കുന്ന ഉസ്താദുമാർ, അതുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ ഒറ്റക്കെട്ടായി ഇത് ഒരു വലിയ വിജയകരമായ ചരിത്ര ദൗത്യമാക്കണമെന്നുള്ള സതുദ്ദേശത്തോടു കൂടി അന്വേഷിച്ചിറങ്ങിയാൽ മമ്പുറത്തെ തങ്ങൾ എന്ന ഒരു അനുഗ്രഹീതനായ ഒരു നായകൻ നമ്മുടെ കേരളത്തിലേക്ക് എത്തി. അത് വലിയ അള്ളാഹുവിൻ്റെ ഒരു വരദാനമായി മനസ്സിലാക്കണം. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ അതീവ സമ്പന്നമായ 3/4 നൂറ്റാണ്ട് കാലത്തെ ജീവിതം കേരളീയ ജനതയ്ക്ക് നാനോന്മുഖമായ നായകത്വവും നേതൃത്വവും മാർഗദർശിത്വവും ഒക്കെ ആയി ഇവിടെ നിലകൊണ്ടു. അതങ്ങനെ അതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ മഹാനുമായി ബന്ധപ്പെട്ട ചരിത്ര സംഭവങ്ങളൊക്കെ ക്രോഡീകരിച്ച് ഏകീകരിച്ച് ഒരു കേന്ദ്രത്തിൽ സൂക്ഷിക്കണം. അപ്പം അതുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് ഒക്കെ അത് സന്ദർശിക്കാൻ, പ്രത്യേകിച്ച് മറ്റു ജനങ്ങൾക്ക് പൊതുവെയും വളരെ വലിയ വിജ്ഞാനം ചുരത്തുന്ന ഒരു അനുഭവമായി തീരും എന്ന കാര്യത്തിൽ സംശയം. ഇന്നിപ്പോൾ ലോകം അത് കൂടുതൽ ശക്തമായി അംഗീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. സൗദി അറേബ്യയിലൊക്കെ പുതുതായിട്ട് കുറേ മ്യൂസിയങ്ങൾ നിലവിൽ വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട, തങ്ങളുടെ വൈജ്ഞാനിക ശേഷിപ്പുകളുമായി ബന്ധപ്പെട്ട, തങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച അത്ഭുത സംഭവങ്ങളും മുഅ്ജിസത്തുകളുമായി ബന്ധപ്പെട്ട ഇങ്ങനെ നാനാമുഖസ്പർശിയായ മ്യൂസിയങ്ങൾ മക്കയിലും മദീനയിലൊക്കെ ആയിപ്പോൾ ലോകത്തിന് നാനാഭാഗത്തും ആ കാഴ്ചപ്പാട് വികസിച്ച് വർദ്ധിച്ചു വന്നുണ്ട്. കാരണം പിൽക്കാലക്കാർക്ക് അതിൽ നിന്നൊക്കെ ധാരാളം പാഠങ്ങൾ ഉൾക്കൊള്ളണം. അതൊരു പ്രക്രിയയായി നടക്കണമെന്നാണ് അള്ളാഹുവിൻ്റെ താല്പര്യത. താരീഖ് നമ്മൾ സാധാരണ പറയാനുണ്ട്, അർറഹയുടെ മസ്തറാണ്. അർറഹയുടെ മസ്തറാണ് തരീഖ്. ഹംസ പിന്നെ മുഖഫഫാകാം. അപ്പോൾ താരീഖ്. അപ്പോൾ മൊത്തത്തിൽ ചരിത്രം, വ്യക്തിയുടെ ചരിത്രമാണെങ്കിലും സമൂഹത്തിൻ്റെ ചരിത്രമാണെങ്കിലും വേറെ എന്തെങ്കിലുമായി ബന്ധപ്പെട്ട ചരിത്രമാണെങ്കിലും ഒക്കെ അതിൽ ധാരാളം ഗുണപാഠങ്ങളാണ്. പല കണ്ടുപിടുത്തങ്ങൾ വരെ ആധുനിക ശാസ്ത്രജ്ഞന്മാർ നടത്തുന്നത് അങ്ങനെയുള്ള സംഭവങ്ങൾ. അതങ്ങനെ സംഭവിച്ചാൽ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചുകൂടാ? ചരിത്രത്തിൽ ഒരിക്കൽ സംഭവിച്ചത് പിന്നെ എപ്പോഴും സംഭവിക്കാവുന്നതാണ്. അപ്പോൾ ഒരു സംഗതിയുടെ ചരിത്രപരമായ അതിൻ്റെ പശ്ചാത്തലം, അതിൻ്റെ പരിപ്രേക്ഷ്യങ്ങൾ, അതിൻ്റെ വരും വരായികൾ, അതിൻ്റെ പുരോഗതി, നേട്ടം തുടങ്ങിയതൊക്കെ അങ്ങനെ വിലയിരുത്തിയാൽ അതിൽ നിന്നൊരുപാട് ഗുണപാഠങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയും. അതുകൊണ്ട് ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല.